ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ചില കാര്യങ്ങൾ പറഞ്ഞ്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ ബഹുമാനിക്കുക, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യേശുവിനോട് അവൻ പറയാണ്, ഇതെല്ലാം ഞാൻ പ്രമാണിക്കുന്നുണ്ട്. ഈ നല്ല ഗുരു എന്ന് എന്തുകൊണ്ട് എന്നെ പറയുന്നു എന്ന് യേശു ചോദിക്കാൻ കാര്യം, അവൻ എന്നെ മനസ്സിലാക്കിയിട്ടാണോ ഈ വരുന്നത്, ഞാൻ ആരെന്ന് അവന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ തിരിച്ചു ചോദ്യമാണ് യേശു ചോദ്യം. നീ എന്നെ എന്തുകൊണ്ടാണ് നല്ല ഗുരു എന്ന് പറയുന്നത്? എന്തോ കേട്ട് കഴിവെന്നാണോ, അതോ യഥാർത്ഥമായി ഞാൻ ദൈവപുത്രൻ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അതവൻ ദൈവമല്ലാതെ മറ്റാരും നല്ല ഗുരു ഇല്ല എന്ന് പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ ഇവനോട് പറഞ്ഞത് മുഴുവൻ ഇവൻ അനുസരിക്കുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും അവൻ ഫോഷ്ക്ക് പറഞ്ഞാന്ന് ചിന്തിക്കരുത്. അവൻ ഫോഷ്ക്ക് പറഞ്ഞല്ല, അവൻ സത്യമാണ് പറഞ്ഞേ. അവൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനാണ്. പക്ഷേ യേശു കർത്താവ് പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് മുഴുവൻ ദരിദ്രർക്ക് കൊടുക്കാമോ. യേശു എവിടോട്ട് നോക്കിയാണ് ഇവന് കുറവുണ്ടെന്ന് പറഞ്ഞത്? ഇവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നുണ്ട്, ഇവന് ഒരു കുറവും ഇല്ല. പക്ഷെ യേശു നോക്കിയിട്ട് പറയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. യേശു നോക്കിയത് അവൻ്റെ ഹൃദയത്തിലേക്കാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ബാഹ്യ പ്രകടനങ്ങളിലല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കും. നമ്മൾ എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം ചെയ്താലും ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. സ്തോത്രം. ഇവൻ്റെ ഹൃദയത്തിനകത്തോട്ട് കർത്താവ് നോക്കിയപ്പോൾ ഹൃദയത്തിനകത്ത് മുഴുവൻ സ്റ്റോറേജ് ഫുള്ളാക്കി വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ഫുള്ളും നിറഞ്ഞിരിക്കുക. എന്തുവാ? ധനമോഹം, ധനത്തെക്കുറിച്ചുള്ള ചിന്ത. യേശു അവനോട് പറഞ്ഞു, മേക്ക് എംപ്റ്റി എന്ന് പറഞ്ഞാൽ കാലിയാക്ക്. എന്തിനാ? എനിക്ക് ആ ഹൃദയത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം കാലിയാകണം. അതാ പറഞ്ഞത്, നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്. അപ്പൊ കർത്താവ് ധനത്തിനെതിരാണ്. സ്തോത്രം. ആ മനുഷ്യൻ ഒറ്റ വാക്ക് യേശുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അന്ന് രക്ഷയായിരുന്നു. ഒറ്റ വാക്ക്. സ്തോത്രം. അങ്ങനെ പറഞ്ഞൊരാളെ ഞാൻ കാണിക്കാം. അടുത്ത അധ്യായം, 19-ാം അധ്യായം. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ. സ്തോത്രം. ചുങ്കക്കാരി പ്രമാണിയും സക്കായിയുമായ എന്ന് പറഞ്ഞാൽ, ചുങ്കക്കാരി പ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ടാക്സിൻ്റെ ഓഫീസർ മാത്രമല്ല, അവൻ ടാക്സിൻ്റെ ഓഫീസ് ടോപ്പ് ഇരിക്കുന്നവനാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ട്, എന്തും ചെയ്യാം. സ്തോത്രം. ഇതേപോലെ ഈ പ്രമാണി വന്ന് ചോദിച്ചതുപോലെയൊന്നും ഈ മനുഷ്യൻ ചോദിച്ചില്ല. പ്രമാണിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? പക്ഷെ ഈ സക്കായി വന്നിട്ട് ഇതൊന്നും ചോദിച്ചില്ല. അദ്ദേഹം യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ഇലച്ചിലുള്ള ഒരു മരത്തിൻ്റെ ഇടയിൽ കയറി പാത്തിരിക്കുകയാണ്. നീളത്തിൽ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട്. പക്ഷെ യേശു അവൻ്റെ അടുക്ക വന്നിട്ട്, സഖായിയെ ഇറങ്ങി വാ. ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഈ സ്കാനിങ് സ്റ്റാർട്ടായോ? നിങ്ങൾക്കറിയാമോ, നമ്മൾ MRI എടുക്കുന്നു, നമ്മൾ CT സ്കാൻ ചെയ്യുന്നു, ഒരു റേസ് വരുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ റേസ് നമ്മളിലേക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് നിൽക്കാൻ പിന്നെ കഴിയത്തില്ല. അതാണ് ദൈവസാന്നിധ്യത്തിന് മുന്നിൽ ആൾക്കാർ കരയുന്നത്, നിലവിളിച്ച് കരയുന്നത്. അതുകൊണ്ടാണ് ചില സഭയിലേക്ക് കണ്ടില്ലേ, ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നിലവിളിച്ച് കരയുന്നത് കണ്ടിട്ടില്ലേ? ഇന്ന് കരച്ചിലുണ്ടോ? ആട്ടവും പാട്ടും നിലവിളിയും, ആട്ടവും പാട്ടും കൊട്ടുമുണ്ട്, പക്ഷേ ഇന്ന് കരച്ചിലുണ്ടോ? എന്താ? The presence of God is not there. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പലയിടത്തുമില്ല. ദൈവം പുറത്തു നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒന്ന് കഥ തുറന്ന് അകത്ത് കയറാൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് ആലമുറയിട്ട് നിലവിളിച്ച് കരയും.
സന്തോഷം മാത്രമല്ല കേട്ടോ, പാപത്തെക്കുറിച്ച് ഓർത്തിട്ട് ഇന്ന് എന്ത് ചെയ്തിട്ടും ദൈവസഭ വരാം, എത്ര കൊടും പാപം ചെയ്തിട്ടും വരാം. ഞാൻ ഇപ്പോഴും ഓർക്കും, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ, ഞാൻ പാസ്റ്റർ മുട്ടങ്കി വർഗീസ് അപ്പച്ചൻ്റെ കൊച്ചുമോനാ, നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ വലിയപ്പച്ചൻ്റെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു ചെറിയ പാപം ചെയ്തിട്ട് സഭയ്ക്കകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. ആലമറയിട്ട് കരയുമായിരുന്നു. അയ്യോ, ആര് പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യൻ അറിയാൻ രഹസ്യമായിട്ട് ചെയ്ത് പാവമാ. പക്ഷേ അതിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് തികട്ടിയിട്ട്, അയ്യോ ദൈവദാസന്മാരെ, ദൈവജനമേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ ഇന്ന പാപം ചെയ്തേ. എന്താ പ്രസംഗം കേട്ടിട്ടല്ല കേട്ടോ, ദൈവത്തിന്റെ സാന്നിധ്യം. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ഈ സക്കായി നിന്നപ്പോൾ എല്ലാം പറയിട്ട് കരഞ്ഞിട്ട് പറയാണ്, അയ്യോ ഞാൻ അധികമായി വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ മടക്കി കൊടുക്കാം. കണ്ടോ, നമ്മൾ ഈ മനുഷ്യനെ, ഈ നിത്യജീവൻ വേണമെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ തിങ്ങി നിറഞ്ഞതുപോലെ ഈ സക്കായുടെ ഹൃദയത്തിലും തിങ്ങി നിറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുന്നിൽ അതങ്ങ് അലിഞ്ഞുപോയി. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? യേശുവിന് നമ്മുടെ ഹൃദയം വേണം. യേശുവിന് നമ്മുടെ ഹൃദയം വേണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവിൽ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. 50-50 പരിപാടി ദൈവത്തിന്റെ പരിപാടിയല്ല. 75% ലോകവും 25% ദൈവവും ദൈവത്തിന്റെ പരിപാടിയല്ല. പക്ഷെ 90% ഞാൻ ദൈവത്തിന് വേണ്ടിയുണ്ട്. 10% ലോകത്തിൽ നടക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയുടെ പേര് റീന എന്നാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ അവളോട് ചോദിക്കുകയാണ്, അല്ല അവൾ എന്നോട് ചോദിക്കുകയാണ്, സാമച്ചാൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ഞാൻ പറയാണ്, മോളെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അല്ല അത് പറ്റത്തില്ല, ഒരളവ് പറയണം. അപ്പം ഞാൻ ചിന്തിച്ചെന്ന് ഒരളവ് പറഞ്ഞേക്കാം, കുറയണ്ട, കൂടിക്കിടക്കട്ടെ. 99% ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മതി അച്ഛാ, മതി, സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നു. അത് ഈ 99% എന്ന് പറഞ്ഞാൽ 1% പോയല്ലോ അത്. അപ്പം അതുകൂടി ഇനി കിട്ടുമോ? അതെന്താ പറ്റിയോ? 1% മാറിപ്പോയി. അത് കുഴപ്പമില്ല, 1% പോട്ടെ, നിനക്ക് ഞാൻ 99 തരുന്നില്ലേ? ഏതാണ് ആ 1% നിങ്ങൾക്കറിയാമോ? ഞാൻ ആ 1% മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ആ കുഴപ്പമില്ല സാമച്ചായ, എനിക്ക് 99 ഉണ്ടല്ലോ, 1% ആ പെൺകുട്ടിക്ക് കൊടുത്തോ, കുഴപ്പമില്ല, സന്തോഷം എന്ന് എൻ്റെ ഭാര്യ പറയൂ? നിങ്ങളുടെ ഭാര്യമാർ പറയൂ? നിങ്ങളുടെ ഭർത്താക്കന്മാർ പറയൂ? ഇല്ല. ലോകത്തിൽ ഒരു കുടുംബജീവിതത്തിലും ആരും സമ്മതിക്കത്തില്ല. അങ്ങനെ പോകുന്നവനെ നമ്മളൊരു ഓമന പേര് ചൊല്ലി വിളിക്കും. എന്താ അറിയാമോ? വ്യഭിചാരി എന്നാ വിളിക്കുന്നത്. കാണിക്കൊന്നും വേണ്ട. യാക്കോബ് 4:4 പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, വ്യഭിചാരിണികളായുള്ളവരെ, ഈ ലോകത്തിന്റെ സ്നേഹം ദൈവത്തോടെതിരായിട്ടും നിങ്ങൾക്ക് നാളമല്ലേ ഇങ്ങനെ അതിനകത്ത് കിടന്ന് ഉരുളാൻ? 6 ദിവസവും ഈ ലോകത്തിന്റെ മോഹങ്ങളിലും ഭോഗങ്ങളിലും ദൈവ്യാഗ്രഹത്തിലും കിടന്നുരുണ്ട് മറിഞ്ഞിട്ട് 7-ാം ദിവസം വെള്ള ഉടുപ്പിട്ട് കിടന്നുകൊണ്ട് ഹല്ലേലൂയായി സ്തോത്രം പറഞ്ഞാൽ നിന്നെ ദൈവം വിളിക്കുന്ന പേര് വ്യഭിചാരിണി എന്ന. സ്പിരിച്വൽ അഡൾട്ടറി, ആത്മീയ വ്യഭിചാരം. നിത്യ നഷ്ടപ്പെടും. ദൈവം വസിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഈ മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആ ധനത്തിന്റെ മോഹങ്ങളും പാപ സ്വഭാവങ്ങളും ഉരുകാൻ തുടങ്ങി. എന്നാൽ നിത്യജീവനെ ചോദിച്ചു വന്ന മനുഷ്യൻ നിരാശയോട് മടങ്ങിപ്പോയി. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദൈവത്തിന് വേണ്ടി മുഴു ഹൃദയം കൊടുക്കാൻ തയ്യാറാണ്. ഈ ദൈവത്തിന് വേണ്ടി മുഴു ജീവിതം കൊടുക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഓ ഇതൊക്കെ വെറുതെയാ പാസ്റ്ററെ, ഞങ്ങൾ എത്രയോ നാളായിട്ട് ഇങ്ങനെ കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുക. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 2000 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക, കർത്താവ് വരും, കർത്താവ് വരും. ഇതൊക്കെ സത്യമാണോ?
സത്യമാണോ? ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷെ മരണം സത്യമാണല്ലോ. മരണം സത്യമല്ലേ? നിങ്ങളുടെ അയൽവക്കത്തെ അച്ഛൻ മരിച്ചില്ലേ? നിങ്ങളുടെ അപ്പച്ചൻ മരിച്ചില്ലേ? മമ്മി മരിച്ചില്ലേ? സഹോദരങ്ങൾ മരിച്ചില്ലേ? അപ്പൊ മരണം സത്യമാണെങ്കിൽ സുഹൃത്തെ, ഒരു നിത്യതയുണ്ട്. കർത്താവിന്റെ വരവിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കും. കർത്താവിന്റെ വരവിന്, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ലായിരിക്കും. ഇതൊക്കെ പൊട്ടക്കഥയാൽ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വ്യാപരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഏത് നിമിഷവും മരണം നിന്നെ പിടിക്കും. മരണത്തിന് ഇപ്പൊ പ്രായമൊന്നുമില്ല. ഏത് സമയത്തും ഈ മരണത്തിന്റെ കരാളഹസ്തം നിങ്ങളെ പിടിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മരണത്തെ പറഞ്ഞ് പേടിപ്പിക്കാനല്ല, മരണത്തെ വെല്ലുവിളിക്കുന്നവരാണ് നമ്മൾ. ഹേ മരണമേ, നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ബിക്കോസ് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു ജീവിതം കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു വലിയ ജീവിതമുണ്ട്. ഇവിടെ കഷ്ടതയും പ്രയാസവും ദുഃഖവും നിറഞ്ഞാണ് ജീവിതം. പട്ടിണിയുണ്ട്, ക്യാൻസർ ഉണ്ട്, ട്യൂമറുണ്ട്, പ്രയാസങ്ങളും കേസും വഴക്കും ഒക്കെ ഉണ്ട്. എന്നാൽ കണ്ണുനീരില്ലാത്തൊരു നിത്യത ഞങ്ങൾക്കുണ്ട്. സമാധാനമുള്ളൊരു നിത്യത ഞങ്ങൾക്കുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വരെ നിങ്ങൾ ഈ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് യഥാർത്ഥമായി യേശുവിനെ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണോ? നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുനിന്ന് പറയാമോ, യേശുവേ, അങ്ങന്റെ ജീവിതത്തിൽ വസിക്കുന്നതിന് തടസ്സമായി എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപ സ്വഭാവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പറഞ്ഞാട്ട് നിങ്ങളുടെ അസമാധാനം മാറിപ്പോവുകയാണ്. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥാനം ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ മുറികളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് ദൈവസാന്നിധ്യം വ്യാപരിക്കുക. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോവുകയാണ്. തലമുറയുടെ പ്രശ്നങ്ങൾ മാറുകയാണ്. യേശുവിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ യേശുവിന് വേണ്ടി നിങ്ങൾ ഒന്ന് ഒരുക്കി കൊടുക്കാമോ? കർത്താവേ, എന്നെ മുഴുഹൃദയവും ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർന്നിരിക്കുന്ന അനേകർ ഞങ്ങളെ കേൾക്കുന്നപ്പാ, യേശുപ്പാ, അവിടുത്തെ അദൃശ്യമായ കരം തുടരണയപ്പാ. നിത്യതയെക്കുറിച്ച് ഒന്നും അറിയാതെ വ്യാകുലപ്പെട്ടിരിക്കുന്ന അനേകർ ഞങ്ങളെ കേൾക്കുന്നു കർത്താവ്. ഈ യേശുവിനെ കുറിച്ച് ഒന്നും അറിയാതെ കർത്താവ് ഇരുട്ടി തപ്പുന്ന ആൾക്കാരെ ഞങ്ങൾ കാണുന്നു കർത്താവ്. അവിടുത്തെ അദൃശ്യമായ കരം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അകം കണ്ണുകൾ തുറക്കട്ടെ കർത്താവ്. ഈ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.